പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമുക്ക് പല കാര്യങ്ങളും അറിയാം, എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയില്ല. നമുക്ക് അറിയാവുന്നത് വളരെ കുറച്ചും അറിയാൻ വയ്യാത്തത് ഏറെയുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവജാലങ്ങളും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം ഉണ്ട്. പക്ഷേ പ്ലാന്റ്സിന് മാത്രമേ പ്രൊഡ്യൂസേഴ്സ് ആകാൻ കഴിയുള്ളൂ. ഇവർ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ഭക്ഷണം കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ജീവികളും മനുഷ്യരൊക്കെ ഭക്ഷിക്കുകയാണ്. അവർ ഭക്ഷിക്കുന്ന ഈ ഭക്ഷണത്തെ ഡീജനറേറ്റ് ചെയ്ത് കളയുന്ന ബാക്ടീരിയാസും വൈറസും ഉണ്ട്. ഇങ്ങനെ 3 തരം ജീവിതമാണ് ഭൂമിയിലുള്ളത്. ഞാൻ ഡോക്ടർ മേരി ഭവൻ. ഞാൻ പ്ലാന്റ് സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു റിട്ടയേർഡ് കോളേജ് പ്രൊഫസറാണ്. അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് സയൻസിൽ എനിക്കുള്ള അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചിലതൊക്കെ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റ് പറ്റിയത്. ചില പ്ലാന്റ്സിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അതിനെ എങ്ങനെ നമ്മൾ ആദരിക്കണമെന്ന് നമുക്കറിയാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ചേമ്പിൻ്റെ ഇല. ഇതാണ് ചേമ്പിൻ്റെ ഇല. ഇതതിൻ്റെ ഇലയുടെ പീറ്റിയോളാണ്. ഇതിനാണ് പീറ്റിയോൾ അല്ലെങ്കിൽ ഇലയുടെ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഇത് തോരൻ വയ്ക്കാൻ പോവുകയാണ്. ഇത് പണ്ട് കാലത്ത് നമ്മുടെ ഗ്രാൻഡ് മദർ ഒക്കെ ആയിരുന്നവർ, അമ്മച്ചിമാരെല്ലാം ഈ ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ ഒന്നും അല്ല കഴിച്ചിരുന്നത്. ഇതൊക്കെയാണ്. ഇതിനകത്ത് വളരെ വൈറ്റമിൻ സമ്പൂർണമായ ഒരു പച്ചക്കറിയാണിത്. വൈറ്റമിൻ എ ധാരാളമായിട്ടുള്ളത് ഈ ലീഫിൻ്റെ തണ്ടിലാണ്. ഇത് തണ്ടല്ല, കാരണം ഈ ഇലയുടെ സ്റ്റോക്കാണ്. ഇതിനെ പീറ്റിയോൾ എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇത് ചൊറിച്ചിലുണ്ടാകാനായിട്ട് ഇതിൻ്റെ ഏറ്റവും പുറത്തെ ഭാഗത്തിന് സയൻറ്റിഫിക്കലി എപ്പിഡെർമിസ് എന്ന് പറയും. ഇത് ചെറിയതായിട്ട് കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുമ്പോൾ ഇതിനടിയിൽ എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് എല്ലാ ഡെപ്പോസിറ്റ്സും കാണുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും കാണുന്നത് കാൽസ്യം ഓക്സലേറ്റ് ആണ്. കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഇങ്ങനെ ഒരു സഞ്ചി പോലെ മുന്തിരിക്കൊല പോലെ കിടക്കും. അതൊരു ഡെപ്പോസിറ്റാണ്. അത് കാൽസ്യത്തിൻ്റെ ഡെപ്പോസിറ്റാണ്. അപ്പോൾ അത് ഇതിനകത്ത് ഉണ്ട്. പിന്നെ വൈറ്റമിൻ എ നിറയെ ഉള്ള ഒരു പച്ചക്കറിയാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ സംസ്കരിച്ച് ഭക്ഷിക്കുന്നത്? ഇതിന് ചില പ്രത്യേകതകളുണ്ട്. എല്ലാം തോരൻ വയ്ക്കുന്ന രീതിയിലല്ല ഇത് നമ്മൾ വയ്ക്കുന്നത്. തോരൻ വയ്ക്കാനും മെഴുക്കുവരട്ടി വയ്ക്കാനും പുളിശ്ശേരി വയ്ക്കാനും ഉപകരിക്കും. പക്ഷേ ഇത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും വെള്ളവുമായിട്ട് ഇതിനൊരു യാതൊരു സംസർഗവും പാടില്ല. ഇതിൽ വെള്ളം തുള്ളികളൊന്നും ഇല്ലാതെ നല്ല ടവൽ കൊണ്ട് തുടച്ച് വൃത്തിയാക്കണം. ഇത് നല്ല കിച്ചൺ ടവലോ അല്ലെങ്കിൽ നാപ്കിനോ വെച്ച് തുടച്ച് നല്ല നീറ്റാക്കി എടുക്കണം. അതിന് ശേഷം ഇതിനകത്തിരിക്കുന്ന ചെറിയ കൂമ്പ് കണ്ടോ, ഇത് ചേർത്ത് ഈ ഇല ഉപയുക്തമല്ല. ഇത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ ഇല എടുത്താൽ ചൊറിയും. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ട് കൊത്തി അരിയണം. ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ കൊളക്കേഷ്യ അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇലയുടെ തണ്ട്, ഇലയുടെ പിടിയാണ്. അപ്പോൾ ഇനി ഇതെന്താണ് ചെയ്യേണ്ടതെന്നറിയാവോ? ഇത് സാധാരണ എല്ലാ തോരനും വെക്കുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിനകത്തോട്ട് ഇത്രയും തോരൻ വെക്കാൻ ആവശ്യമുള്ള അത്രയും ഉപ്പ് പൊടി ഇടുക ആദ്യമായിട്ട്. ഇത് നിങ്ങൾ വേറെ ഒരു തോരനിലും കണ്ടു കാണത്തില്ല. ഇതിൻ്റെ ആ ചൊറിച്ചിൽ സ്വഭാവം മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിരുമുക. ഈ ഉപ്പ് പൊടി ഇട്ട് തിരുമ്മിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ജലാംശം ഒട്ടും പാടില്ല. ജലാംശം ഇരുന്നാൽ ഇത് ചൊറിയും. അപ്പോൾ ഇത് നന്നായി പിഴിയണം. എനിക്ക് പിഴിയുമ്പോഴേക്കുണ്ടാവും വെള്ളം വരുന്നത്.
ഈ തീറ്റകളിനകത്ത് അല്ലെങ്കിൽ ഈ ചെമ്പും തണ്ടിനകത്തുള്ള മുഴുവൻ ജലാംശവും നമ്മൾ പിഴിഞ്ഞ് കളയണം. ഇത് ചെയ്യാതിരുന്നാൽ ഈ തോരൻ ചൊറിയും. പലർക്കും ഉണ്ടായൊരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് ഭയങ്കര രസമുള്ള കാര്യമാണത്. ഇത് ഇങ്ങനെ ശ്രദ്ധിച്ച് പിഴിഞ്ഞ് എടുക്കണം. ഒട്ടും തന്നെ ഇതിനകത്ത് കാണാൻ പാടില്ല. നമുക്ക് എന്തുമാത്രം ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയാവോ അത്രയും പിഴിഞ്ഞ് കളഞ്ഞു. ഇതാണ് നമ്മൾ തോരനുണ്ടാക്കാൻ ഉപകരിക്കുന്നത്. ഈ തോരൻ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ കയ്യിൽ ഇത് പോയി കഴുകാൻ പാടില്ല. നമുക്ക് ചൊറിയും. തുടച്ച് മാറ്റാനേ പാടുള്ളൂ. ഇപ്പോൾ ഇത്രയും പിഴിഞ്ഞെടുത്ത ഈ ചേമ്പും തണ്ട്, ഇലയുടെ തണ്ടാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. ഓക്കെ, വി സ്റ്റാർട്ട്. നമ്മുടെ പുതിയ നോൺ സ്റ്റിക്ക് പാത്രം ഇന്ന് ഉദ്ഘാടന മഹാമഹം നടത്തുകയാണ്. ചൂടാകട്ടെ. ഇനി എല്ലാ തോരനും വെക്കുന്ന പോലെ നമുക്ക് തോരൻ വയ്ക്കാം. തോരൻ വയ്ക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം തന്നെ ചൂടായി കഴിഞ്ഞാൽ, ചൂടായിക്കൊണ്ടിരിക്കുന്നു, എണ്ണ ഒഴിക്കാം. ആണല്ലോ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ഇടേണ്ട പദാർത്ഥം കടുകാണ്. കടുക് പൊട്ടി തുടങ്ങി. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിനോട് കൂടെ സ്വല്പം ജീരകവും പച്ചരിയും കൂടെ ഇടണം. അതൊരു നല്ല മണവും ടേസ്റ്റും കിട്ടും. കണ്ടോ, അരി പൊട്ടിക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു രസമുണ്ട്. ജീരകവും അരി അതും പൊട്ടിക്കഴിഞ്ഞു. പിന്നീട് ഇടേണ്ടത് വത്തൽമുളക് മുറിച്ചതും കറിവേപ്പിലും. സ്വല്പം ചുവന്നുള്ളി. മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തോരന് അരയ്ക്കേണ്ട സാധനങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, സ്വല്പം ഇഞ്ചി, മഞ്ഞൾ, ഇത്രയും ചേർത്ത് തോരനുള്ള മസാല റെഡിയാക്കാം. എല്ലാ തോരൻ്റെ കൂടെയും ഒരു സവോള കുഞ്ഞായിട്ട് കൊത്തി അരിയുന്നത് നല്ല രുചികരമായിരിക്കും. അപ്പോൾ ഇതിലും നമ്മൾ ഒരു സവോള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മൂത്ത് കഴിഞ്ഞു, എല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ താള്, ചേമ്പ് താള് ചേർക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം, ഒട്ടും താമസമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർക്കുന്നു. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉപ്പ് ചേർത്താണ് ഇത് പിഴിഞ്ഞെടുത്തത്. ഇനി തോരൻ്റെ മസാല അരച്ചത് ചേർക്കുന്നു. പെട്ടെന്ന് വേഗം ഇത്. പിന്നെ ഒന്ന് രണ്ട് ടിപ്സ് ഉണ്ട് ഇതിൻ്റെ. ഒന്നാമത്തെ ടിപ്പ്,
ഇതിൻ്റെ ചൊറിച്ചിൽ പോകാൻ വേണ്ടി പറഞ്ഞല്ലോ, ഇതിനകത്ത് ഡെപ്പോസിറ്റ് കാൽസ്യം ഓക്സലേറ്റ് ആണ്. അപ്പോൾ ആ ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് കാൽസ്യത്തിൻ്റെ ഒരുപാട് കണികകൾ ഇതിനകത്തുണ്ട്. ഇത് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെന്തോ എന്നൊന്നും നമ്മൾ ഒരു പീസ് എടുത്ത് കടിച്ചു നോക്കരുത്, കാരണം ചൊറിഞ്ഞും കൊള്ളാകും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഒരിക്കലും എനിക്ക്. ഇത് വേകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വേകും, കാരണം ഞെക്കി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതല്ലേ. ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം നേരത്തെ ചേർത്തു. ഇത് ഒരു വൈറ്റമിൻ എയുടെ കലവറയാണ്. പച്ചക്കറിയിൽ വൈറ്റമിൻ എ സുലഭമായിട്ടുള്ളത് ഈ ചേമ്പിൻ തണ്ടിൽ മാത്രമേ ഉള്ളൂ. ചേമ്പിൻ താള് എന്നാണ് സാധാരണ ഇതിന് പറയുന്നത്. ചേമ്പിൻ തണ്ടല്ല, കാരണം താള് ഇലയുടെ പിടി, ഇലയുടെ പീപ്പിയോൾ, ഇത് ഈ ഭാഗം, ഇതാണ് ചേമ്പല. ശീമച്ചേമ്പ് എന്നാണ് ഈ ചേമ്പിന് പറയുന്നത്. ഇതിൻ്റെ കിഴങ്ങും ഉപയുക്തമാണ്. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതിൻ്റെ ഈ ഇലയാണ്. വെന്ത് കഴിഞ്ഞു, ഒട്ടും വെള്ളം ചേർക്കാൻ മേല, വെള്ളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഡ്രൈ സീസണിലാണ് ഇതിനകത്ത് ഈ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കൂടുതലായിട്ട് കാണുന്നത്. വെറ്റ് സീസണിൽ അത്രയും കാണാറില്ല, കാരണം അത് വെള്ളത്തിൽ അതിന് എന്തോ ബുദ്ധിമുട്ടുണ്ട് കാൽസ്യം ഓക്സലേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോഴും വെള്ളം ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല. അതിനകത്തുള്ള വെള്ളം കൂടെ പിഴിഞ്ഞ് കളയണം. ഇതിൻ്റെ രുചി ഒരു അപാര രുചിയാണ്. എനിക്ക് ദൈവം തന്ന 2 ആൺമക്കളുണ്ട്. അവരുടെ ഭാര്യമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള, എൻ്റെ പെൺമക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോരനായിരുന്നു. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇത് കഴിച്ചിട്ടുള്ളവരാരും വേറൊരു തോരന് വേണ്ടി പോകില്ല. അത്ര ടേസ്റ്റാണ് ഇതിന്. ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് രുചിച്ചറിയേണ്ടി വരും. നിങ്ങളൊന്ന് രുചിച്ചറിയേണ്ടത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കണം. ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ ഇത് കുഴഞ്ഞിരിക്കും. ഇതുകൊണ്ടോ, ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇത്ര പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്ന ഒരു തോരനാണിത്. നമുക്ക് ഇത് സെർവ് ചെയ്യാം. ആണല്ലോ, നല്ല സുന്ദരൻ തോരൻ. ഇതിൻ്റെ പച്ച കളറ് ഒട്ടും നഷ്ടപ്പെടാതെ വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ പച്ച കളർ നഷ്ടപ്പെട്ടിട്ടില്ല, കുഴഞ്ഞിട്ടില്ല, നല്ല രുചിയുള്ള തോരനാണ്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ഇത് കഴിക്കണം. കാരണം ഇതിനകത്തുള്ള പ്രത്യേക വൈറ്റമിൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടണം. ഇത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചിരുന്നു. അന്ന് കോളിഫ്ലവർ ഒന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കല്ല ശ്രദ്ധ പോയിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് വൈറ്റമിൻ എ ധാരാളമുണ്ട്, കാൽസ്യത്തിൻ്റെതായ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ചൊറിച്ചിൽ വരാതെ നന്നായി വേവിക്കണം, ഉപ്പിട്ട് പിഴിയണം, വെള്ളവുമായിട്ട് സംസർഗം പാടില്ല. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കണ്ടു കഴിയുമ്പം ഒരു ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. ഓക്കെ, അടുത്ത വീഡിയോ ഒരു 1.5 വീഡിയോ ആണ്. എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് നമുക്ക് ഉപകാരപ്രദമായി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ബൈ.